അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറ് എന്ന് പറയുന്നത്. ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ അവരുടെ ജോലിയിലോ അവരുടെ ബിസിനസ്സിലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. ഇവരുടെ അഷ്ടമത്തിലെ 8ാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ചില ആശങ്കകളും ഒക്കെ അവരുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ അവരുടെ കരിയറിലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല, എങ്കിലും ഇത് കൊണ്ട് ഉണ്ടാകാവുന്ന ചില നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വളർച്ച ഉണ്ടാകാതിരിക്കുന്നത്, ബിസിനസ്സിലും മറ്റുമൊക്കെ അങ്ങനെയുള്ള വളർച്ച കാണാതിരിക്കും. പിന്നീട് ആ കഷ്ടനഷ്ടങ്ങൾ മാഞ്ഞു പോകും എന്നുണ്ടെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന ആശങ്കകളും ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകൾ വന്നുകൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധനകാര്യ വിഷയത്തിൽ ധനവിനിമയം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് കുറച്ച് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് വയറ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുക, അതുകൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാവുകയും ഉറക്കം കുറവ് ഉണ്ടാകുക, അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം ഇതൊക്കെയും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. കുടുംബത്തിൽ കുറച്ച് അഭിപ്രായ ഭിന്നതകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേണ്ടത്ര ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള സമ്മർദ്ദങ്ങൾ കൂടാതെ ഗൃഹത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും ഏറും. അത് കൂടുതൽ ക്ഷീണത്തിനും മനപ്രയാസങ്ങൾക്കും ഒക്കെ കാരണമാകും. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവ സഹസ്രനാമം ജപിക്കുക, ധാര നടത്തുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തരുവാൻ പര്യാപ്തമാണ്.